ഹായ് റൈനിയ, ഹായ് സുബിനെ, ഹായ് വേറെ ബ്രോ ഷാനിജ്, ഓണർ ഓഫ് ചാർക്കോ ചൗ. ഇവിടെയാണോ ബിരിയാണി? ഓ ഐ സീ ഗൈസ്. അന്ന് നമ്മൾ പേരും ബിരിയാണിയും തമ്മിൽ ബന്ധം വരില്ല, അത് നോക്കണ്ട. പക്ഷെ ഈ ബിരിയാണിയാണ് ഇങ്ങനെ കഴിച്ചിട്ട് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞത്. ബെസ്റ്റ് മട്ടൻ ഞെട്ടു ബിരിയാണി. ചെറുങ്ങനല്ല, ആൾക്കാരെല്ലാം ഓക്കെ അല്ലേ? ഇവിടെ നല്ല വെപ്പ് തരാം അല്ലേ? നല്ല ക്ലാസിക് ദമ്മൊക്കെ ഇട്ട് ചെയ്യുന്ന സ്റ്റൈൽ അതാണ്. നിങ്ങള് സുബിന്റെ വീഡിയോ പോയി നോക്കിയാൽ മതി. നല്ല മറ്റേ ദമ്മില് മണ്ടയിലൊക്കെ മറ്റേ കനലൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ് അത്. യൂഷ്വലി ഞാൻ ഇവിടെ എല്ലായിടത്തും അങ്ങനെയാ? അതാ അല്ലല്ലോ, ചിലവര് ചെയ്യുന്നുണ്ട് വീഡിയോക്ക് വേണ്ടി, ചിലര് വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യും. വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യും, ചിലവര് കൺസിസ്റ്റന്റ് ആയി ചെയ്യും. അത് വെപ്പക്കാര് ചെയ്യും. വേറെ കേസുണ്ട്. സുബിന്റെ ഏറ്റവും നമ്പർ 1 മറ്റേതായിരുന്നു, ടോപ്പ് ഫോം. അവരിപ്പോ ഇല്ലല്ലോ. ക്ലോക്ക് ടവർ ഇപ്പൊ റീഫർബിഷ് ചെയ്യാൻ അടച്ചു, ഒന്നും ഇല്ലല്ലോ. ഓ, ടോപ്പ് ഫോമിലെ മട്ടൻ ബിരിയാണി നമ്പർ 1 യാതൊരു സംശയമില്ല. അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി അവരുടെ ചമ്മന്തി, ചമ്മന്തിയാണ്. ആ ചമ്മന്തി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലാണ്. അതേപോലെ ചമ്മന്തി. ഇപ്പം മട്ടൻ ബിരിയാണി ഇവിടെയാണ്. ഇപ്പൊ മട്ടൻ ബിരിയാണി ഇവിടെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 14 റംസ് ബീഫ് ബിരിയാണിക്കുള്ളൂ, 18 റംസ് മട്ടൻ ബിരിയാണിക്കുള്ളൂ, 13 റംസ് ആണ് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എനിക്ക് ഇഷ്ടമായിട്ടില്ല. മട്ടൻ ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണി നല്ല. എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടം. ബിരിയാണിയിൽ മട്ടൻ കഴിക്കണമെന്നാണ്. അല്ല, നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബിരിയാണി കഴിഞ്ഞു, ഫിനിഷ്. ഇപ്പൊ ഒരാഴ്ച ഈ വീഡിയോക്ക് അത് മട്ടൻ ബിരിയാണി നമുക്ക് വേറെ വീക്കെൻഡ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വീക്ക് ഡേയ്സിന് മട്ടൻ ബിരിയാണി ഉണ്ട്. അത് കാരണം ഡിമാൻഡ് കാരണം. ഇന്ന് മാത്രമല്ലേ മട്ടൻ ബിരിയാണി ഉള്ളൂ എന്ന് പറഞ്ഞു. എല്ലാം ഇപ്പൊ മാറി. അപ്പൊ അവരെല്ലാ ദിവസവും ആക്കി. അത്രയും ഡിമാൻഡ്. വന്നിട്ട് ബിരിയാണി ഇല്ലാന്ന് പറഞ്ഞു. നമ്മുടെ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടോ? രക്ഷപ്പെട്ട്. സുബിൻ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ സേഫ് ആണ്. ഫുഡില്ല, നമ്മള് പട്ടിണി കിടന്ന് മരിക്കൂല സുബിന്റെ ഉണ്ടാക്കി. ഞാൻ എന്റെ വോക്ക് കൊടുത്ത ഒരേ വാക്കാണ്, ഞാൻ ജീവനോടുള്ളത് കാരണം ആരും പട്ടിണി മരിക്കില്ല. മനുഷ്യൻ ജീവിക്കുന്നത് ഫുഡിന് വേണ്ടിയാണ് ഗൈസ് എന്ന് ഞാൻ എന്റെ പോളിസി ആട്ടോ. അത് നമ്മൾ കഴിക്കാൻ ജീവിക്കുന്നു, നല്ലത് കഴിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ പൈസക്ക് വേണ്ടി ജീവിച്ചു അതിന് കഴിയുമ്പോ. അപ്പൊ അതുവരെ ഫുഡ് അടിക്കുക. ഇതുണ്ടോ ഫോൺ? ശ്രദ്ധിച്ചു, ഓണറുണ്ടല്ലേ? അതേ സിമിലർ ഓറഞ്ച്. പക്ഷേ ഇത് വെരി ലൈറ്റ് വെയിറ്റ്. ശരിക്കും ഐഫോൺ ഐഫോൺ എയർ തന്നെയല്ലേ? എയർ തന്നെ, പക്ഷേ എയറിനെക്കാട്ടി കൊള്ളാം കേട്ടോ. ഇതും ലൈക് ബട്ടൺസും എല്ലാം. ഓ നൈസ്. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? അടിപൊളി. താങ്ക്സ്. അപ്പൊ ഇതാണ് കട, ചാർക്കോൾ ചൗക്ക്. നല്ല പേരാണ്, വെറൈറ്റി. ഓ, ഇതാണ് കട. ഞാന് നാട്ടുകാർ ഫുഡ് കഴിക്കുന്ന എടുക്കുന്നില്ല. ഒരുമാതിരി കല്യാണ വീഡിയോയിൽ എടുക്കണ പോലെ ആയി പോകും. നമ്മൾ ഡീസെന്റ് ആയിട്ട് എന്റെ മോന്തല്ല. ഇതാണ് നമ്മുടെ സീറ്റ്. അപ്പൊ സീറ്റ് ഗൈസ്, ഫുഡിന്റെ റിവ്യൂ കണ്ടിട്ട് വന്ന് ഫുഡ് കഴിക്കുന്നവരാണ്. എങ്ങനെയുണ്ട് ബിരിയാണി? ലക്കിന് വന്ന് സെറ്റ് ചെയ്ത്, ലക്കിന് ഫ്രൈഡേ വെയിറ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോ എല്ലാ ദിവസവും കിട്ടും. ഇപ്പഴായി പറയുന്ന പഹയൻ. ഞാനെന്ത് ചെയ്യാനാ? അവര് ഇവിടെ മട്ടൻ വെള്ളി ശനി ഞായർ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വീഡിയോക്ക് ശേഷം ഡിമാൻഡ് പറഞ്ഞവർ എല്ലാ ദിവസം ആക്കി. അടിപൊളിയാ. അല്ല, എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സോറി, ഞാൻ നേരത്തെ വിളിച്ചു. നമ്മൾ 2 ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാ. 2 ദിവസം നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നൊമാഡിയൻ ഒരു പ്രത്യേക ബിരിയാണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഞെട്ടിക്കൽ ബിരിയാണിയാണ് അത്. നമ്മളിവിടെ പറഞ്ഞ് സെറ്റ് ചെയ്തേക്കണം. നിങ്ങൾ അത് വരുമ്പോൾ നിങ്ങൾ ഞെട്ടിക്കോ. നിങ്ങൾ ഞെട്ടിയൊന്നുമില്ല, അവൻ ഞെട്ടുമായിരിക്കും. അവൻ ഞെട്ടട്ടെ. പയ്യ ഓൺ ദ വേ ആണ്. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം സ്പെഷ്യൽ ഡിഷായ ഞെട്ടിക്കൽ മന്തി. അതെ, ഞെട്ടിക്കൽ മന്തി സ്പെഷ്യൽ ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇവിടെ. ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ ദിവസത്തെ പരിപാടിയാണ് അത്. നൊമാഡിയന് സ്പെഷ്യൽ. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഗൈസ്, ചിക്കൻ ഫ്രൈ വന്നിരിക്കുന്നു. ചിക്കൻ ഫ്രൈ നല്ല ജില്ലാങ്കടി. നല്ല ചിക്കൻ ഫ്രൈ. അല്ലെങ്കിൽ നല്ലൊരു ഫ്ലേവർ, അടിപൊളി സാധനം. വെപ്പക്കാര ഫ്ലേവർ. മംഗലപ്പുറത്ത് കിട്ടുന്ന ചിക്കൻ ഫ്രൈ ഇങ്ങനെയുണ്ടോ? അവിടുത്തെ കല്യാണ പന്തല്ലേ ബിരിയാണി, ഈ ചിക്കൻ ഫ്രൈ ഉണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റോടാ. എടാ, നിന്നെ കണ്ടിട്ട് അവ എവിടെ നിർത്തിയെന്ന് ഇപ്പൊ അവനെ കാണാനില്ല. നിന്നെ കണ്ടില്ല. ടൊമാഡി ഒരു പിടിയുള്ളടാ. ഓ, പടം ഉണ്ട്.
ഉറപ്പാണ് എനിക്കിഷ്ടമില്ല. നിങ്ങൾ മറ്റേ ജയറാമിന്റെ പടം കണ്ടോ? അല്ല, എനിക്ക് അനോമി വേണം. അഭിപ്രായം പറയണ്ട, അങ്ങനെ കാണാൻ പറ്റില്ല. മറ്റേ നല്ല പടമല്ലേ? നല്ല പടം ഭക്ഷണം കഴിച്ചതിന്റെ ഇടയിൽ ഞാൻ പറയും, ഞാൻ പറയുമ്പോൾ കൊറേ വേണ്ടേലും കൊറേ വേണ്ടായിരുന്നു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഉണ്ട്, അല്ല സെക്കൻഡ് ഹാഫ് വാരി വെച്ചോളാം. I know. Where are you, man? ഇതെന്താ പുതിയ എന്താ കല്ലടി? പ്രൊഫസർ ഹൽദിരാം എന്താണ്? ഹായ് ഓയാലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവിടെ പിരിയാൻ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇവിടെ മൊത്തത്തിൽ പോയാ ഇന്ന് പോണ്ടേ? 3:45. ഗ്രീൻ സ്ക്രീനായി. ഗ്രില്ല് കൊറേ അന്നയിച്ചല്ലേ. ചിക്കൻ കാലെടുക്കാണ് കുറച്ച് എടുത്തോളൂ, എനിക്കും കാലം ഇതേതാ കഴിക്കുന്നതിന്റെ മസാല ഉണ്ട് സ്പെഷ്യൽ. കൊള്ളാം കേട്ടോ. ഹായ്, നല്ല ടേസ്റ്റ്. സോറി ഗൈസ്, ബിരിയാണി കഴിക്കാൻ വന്നതാണ്. മസാല അധികം കഴിക്കണം, മസാല ഇല്ലാതെ കഴിക്കണം. കശം കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞില്ല, സിനിമ മൂവിക്ക് ഭയങ്കരമായിട്ട്, പക്ഷെ ഇടയ്ക്കൊരു സെക്കൻഡ് ഹാഫിൽ ലാഗുണ്ട്, നല്ല ലാഗുണ്ട്. ഒരു ഇഷ്ടപ്പെട്ടാണ് ഫുഡല്ല ഉറങ്ങിയാ? അല്ല, അവള് സിനിമ വന്നില്ല, പറഞ്ഞ മാറ്റി. എടാ മറ്റേ പിന്നെ എന്തൊക്കെ വിശേഷം? വലിയ വിശേഷമൊന്നുമില്ല. ഫുഡ് അടിക്കാൻ വന്നില്ലേ, വ്ളോഗ് ചെയ്ത് നമ്മുടെ വെറുപ്പിക്കാൻ. എടാ ഇവനെ കൊന്നേരാ എടുത്തേ. അടിപൊളി അച്ചാർ, നല്ല കസ്റ്റഡി ചമ്മന്തി ചമ്മന്തി ഇന്ന് നല്ല അന്ന് കോൺഫ്ലവർ ഉണ്ടായിരുന്നു, മതി മതി, കുറച്ച് മതിയാണ്. അതില്ല. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോകണല്ലേ. പേരെന്താ? മിഷാബ്. എല്ലാവർക്കും ബീട്രൂട്ട് ഉണ്ടോ? ബീട്രൂട്ട് മറ്റേ ക്യാരറ്റ് ഉണ്ട്, മതിയാ? അല്ല, ബീട്രൂട്ടിന്റെ മറ്റേ പിക്കിള്. നിനക്ക് പെട്ട് തരും. നിനക്ക് എന്തിനാണ് വേണ്ടത്? വൈകിയുടെ നിനക്ക് എന്റെ പ്ലേറ്റ് കൈയിട്ടുണ്ടല്ലോ, കഴിഞ്ഞാ പറ്റും. സൂപ്പർ സൂപ്പർ ഗൈസ്. അങ്ങനെ മട്ടൻ ബിരിയാണി വന്നിരിക്കുകയാണ്, നമ്മുടെ താരം വന്നിരിക്കുകയാണ്. ദിസ് പാർട്ട് ഓഫ് ഫീച്ചർ ഫിലിം ഈസ് സ്പോൺസർഡ് ബൈ സുബിനോളജി. ഇതെന്ത് ഇത്ര കുറവ്? കുറച്ച് നല്ല മസാല കുഴക്കും. ഈ മസാല കുഴക്കും, ഈ മസാല ഇതാ. കുറച്ച് പീസ. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണോ? ഒന്നുമില്ല, അടുത്തതിന് അച്ചാർ അടി. ഡ്യൂഡ്, ആ മട്ടന്റെ ഫ്ലേവർ ഉണ്ടല്ലോ. എടാ ഇത് രക്ഷയില്ലടാ. നമ്മള് കല്യാണത്തിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ്. അതേ കല്യാണത്തിലൊക്കെ നമ്മള് പോകുമ്പോ കഴിക്കുന്ന ബിരിയാണി ഇല്ലേ, സൂപ്പർ. നല്ല നെയ്യ്, നല്ല നെയ്യും മട്ടന്റെ ടേസ്റ്റ്. ലൈക്ക് ലിറ്ററലി ദ ഫ്ലേവർ ഇസ് മട്ടൻ. മറ്റേത് മസാല ഓവർ പവർ ചെയ്യും എല്ലായിടത്തും. ഇവിടെ മട്ടൻ തന്നെ സ്റ്റാർ മോനെ, ഒന്നും പറയാനില്ല. അതിഗംഭീരം. ഓ മാൻ, ടു ഗുഡ്. മസാല, ചമ്മന്തി, കുറച്ച് അച്ചാർ, സൂപ്പർ. ഒരു നിമിഷം നിങ്ങൾ സംശയിച്ചിരുത് കണ്ടിട്ട്, അയ്യോ പക്ഷെ കിടില മസാല കേട്ടാ. അത്യാവശ്യം നല്ല എരിയുണ്ട്. ആ എരി എവിടെ നിന്ന് വന്നത്? ഈ പിക്കിളിന്നാ വന്നത്? അല്ല, പച്ചമുളക്. ഞങ്ങളുടെ മസാലയിൽ പച്ചമുളകാണ് മെയിൻ. പച്ചമുളകാ? പച്ചമുളക് 100%. നല്ല ചതച്ച് അരച്ച പച്ചമുളക് ഇട്ടാണ് വഴറ്റാൻ. സൂപ്പർ കേട്ടോ ഞാൻ മോനെ. മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് പറ്റിയ പ്രശ്നം മട്ടന്റെ ഒക്കെ സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇത് കിടില. ഇവന് കൊടുത്തില്ലേ? ഇവന് ഇല്ല, തന്നില്ല. എനിക്കാണോ ബിരിയാണി? അല്ല, ഒരു വട്ടം ഞാൻ ഞെട്ടി നിങ്ങളുടെ തെറി കേട്ടപ്പോ. അത് വിളിച്ചില്ല. ഇതൊക്കെ കട്ട് ചെയ്യും കേട്ടാ. കുടുംബ പ്രേക്ഷകർ ഉള്ളി ആണോ? അത്രേ ഉള്ളു. ആ നിന്റെ വായിരിക്കണൊക്കെ വരും. എന്റെ ഒക്കെ മ്യൂട്ട്. ഞാൻ കുടുംബസ്ഥനല്ല. അപ്പൊ അല്ലല്ല എടാ ഇട്ടേ, ഞാൻ പറയണൊക്കെ മ്യൂട്ട്, എവനൊക്കെ പറയണൊക്കെ ലൈവ് കേട്ടാ. ആ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഇതെന്താ ബിരിയാണി സ്പെഷ്യലായി പറയാനേ? 2 കൈ വെച്ച് ഉറക്കടേ. കയ്യിൽ ഇതുണ്ടോ? അതിനെന്താ കഴിക്കണ സാധനം? ഒരു മയത്തിലൊക്കെ തുറക്കില്ല. ഞെട്ടിക്കൽ ബിരിയാണി അല്ലേ? ബാക്കി ഒന്നും ഇപ്പൊ ഉണ്ടോ ഞെട്ടിക്കാൻ? ഞാനിവനെ ഞെട്ടി. ഫോർ യു മാൻ. എനിക്കോ?
ഇപ്പൊ നീ ഞെട്ടിയാ ഇപ്പൊ ഞെട്ടിയാ നീയല്ലേ ഞാൻ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നു മൂടങ്ങ് പോയി. ഇപ്പത്തെ ഒരു കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. ഇപ്പൊ 2 തറയും കൂടി പറഞ്ഞു ഞെട്ടി ഞെട്ടി. ഞാനും അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബീഫ് തിന്നോ? ഞാനപ്പോ ഓവർ ആക്കിയതാ. അന്ന് ഞെട്ടാതെ വെച്ചിട്ട് നോക്കിയപ്പോ സാധനം ഫോൺ മാറ്റണ്ടേ? ഫോൺ മാറ്റണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽക്കം മാൻ. ഞെട്ടി ഞെട്ടി ഞെട്ടികൾ പുതിയ ഐറ്റാണ്. ഇന്ന് കേട്ടു, ഇനി ഒരു ദിവസമില്ല. ഒറ്റ ദിവസം ഉള്ളു കേട്ടോ. ഇത് വന്ന് ഇവിടെ ചോദിക്കരുത്, തരൂല. നൊമാഡിന്റെ അടുത്ത് നെറ്റിക്കൽ ബിരിയാണി ഉണ്ടോ? ഇല്ല, ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഫോൺ എടുക്കാൻ പോവാന്ന്. ഞാൻ ഇത് പറഞ്ഞു, അവസാനം ഫോൺ എടുക്കാൻ പോകുന്നു പറഞ്ഞു. കാരണം ഇത് മാറ്റാൻ സമയം സത്യം പറഞ്ഞ ഇന്നലെ പറഞ്ഞത് 14 എടുക്കുന്നില്ല. പക്ഷെ അതിനകത്ത് വേറെ സംഭവം ഉണ്ടായി. ലൈറ്റ്നിങ് കേബിൾ. ലൈറ്റിംഗ് കേബിളും അല്ല, ഇതിന്റെ ക്യാമറ അടിച്ചു പോയി. ഇതായി നീ നോക്ക്, ഫോട്ടോ എടുത്തിട്ട് നോക്ക്. ഏതോ ലെൻസില് ഇത് വീണു, ഫംഗസായി. നീ എവിടെ പിടിച്ചാ വെച്ചിരുന്നു? ഇത് മെച്ചില്ല, ഇത് ഫംഗസ് കയറി. വീട് എടുക്കുമ്പോഴൊക്കെ ഒരു സാധനം ഇതിനകത്ത് ഇങ്ങനെ വരും, ഒരു ഡോട്ട് പോലെ. ലെൻസ് ഫംഗസ് ഒക്കെ കയറി. അപ്പൊ എന്നാലും കറക്റ്റ് ടൈമിൽ നമ്മൾ കൊടുത്തത്. അപ്പം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഫുഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ മസ്റ്റ് മട്ടൻ ബിരിയാണി. അത് കിട്ടാനും പാടാണ്. ഇപ്പൊ തന്നെ നമ്മള് നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇല്ലാതെ കിട്ടൂലായിരുന്നു. ബിക്കോസ് ഷട അവിടെ ഞാൻ ബീഫ് കഴിച്ച് ചിക്കൻ സുബിനും പറഞ്ഞ് ഭയങ്കര സംഭവമല്ലായിരുന്നു. ബട്ട് ഞാൻ ബീഫും മട്ടനും കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു മട്ടൻ ബിരിയാണി സോ ഗുഡ്. ഒരു രക്ഷയില്ല. അതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചിക്കൻ 65 കഴിക്കാം. പക്ഷെ മട്ടന്റെ ലിറ്ററലി നമ്മളെ കല്യാണ വീട്ടിൽ കിട്ടണ മട്ടൻ ബിരിയാണിയില്ലേ, നല്ല ഫ്ലേവർ ഉള്ള ആ സാധനം പൊളിച്ച്. അത് ശസാവിന് കൊടുക്കണേ. എനിക്ക് വേണ്ട തായ്ലൻഡിലെ സാധനം. അതാണ് കൊടുക്കാൻ അത് വേണം. അത് വേണമെങ്കിൽ എടുത്ത് തിന്നാൻ കൊണ്ട്. നീ തിന്നെയാണോ ചെയ്യണത്? ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. മറ്റേ മണപ്പിക്കണ സാധനം ഡ്രോപ്പ് അല്ലേ? അത് വേണം. ഗൈസ് ഇതൊക്കെ ഞാൻ ഭയങ്കര ഭ്രാന്തനാണ് കേട്ടോ. എനിക്ക് ഇത് ആക്സ് ഓയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആക്സ് ഓയിലല്ലേ, ഞാൻ വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് മണപ്പിച്ചോണ്ടിരിക്കും. സ്ഥിരം പരിപാടിയാണ്. രാത്രി അതൊരൊറ്റ അടി അടിക്കും, ഞാൻ കിടന്നുറങ്ങും. വിത്തിൻ 2 minutes ഐ വിൽ ബി ഫ്ലാറ്റ്. എന്താണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണി മറക്കണ്ട ഗൈസ്. സോ നൈസ് ആൻഡ് യമ്മി ആൻഡ് അമേസിംഗ് ആൻഡ് ഓസം. അതേപോലെ ഇവിടെ ഷവായി ഉള്ള കേട്ടോ, ചിക്കൻ ഷവായി കിട്ടില്ല. നല്ല ജ്യൂസി. ഓർമ്മയുണ്ടോ? ആരാത്? ഇതെന്റെ ഞങ്ങൾ കോട്ടയം കൊല്ലത്തിന് വേണ്ടി ഞങ്ങൾ മറ്റേ ഇൻഡോർ കളിക്കാൻ നിങ്ങൾ കാണാൻ പോകുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്ന കളി ഞാൻ കണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കളി. ഇപ്പഴാ കുറച്ച് പഠിച്ചത്. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി സെറ്റ്. ഇനിയും വളരട്ടെ. അല്ല വരട്ടെ എന്നല്ല, വളരട്ടെ എന്ന് കട. അതും കൂടെ താങ്കളുടെ ഡെഫിനറ്റ്ലി ശ്രമിക്കാം. നമ്മളിവിടെ ഇറങ്ങണ ഗൈസ് അങ്ങനെ ഐഫോൺ അൺബോക്സ് ചെയ്യാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ ഐഫോൺ 16 ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ലടേ. ഇപ്പൊ തറയെ പോയി സൂക്ഷിച്ചേ, വിശ്വസിക്കാം. പൊട്ടാ ഷടയെന്ന് പറഞ്ഞ് പോവേ. നല്ല കളർ നീല. നിങ്ങൾക്കൊക്കെ ഒരു കോമഡി അറിയോ? സിൽവറിന് 500 തരം കൂടി. ഡിമാൻഡ് കൂടിയതനുസരിച്ച് ആർക്കും വേണ്ടായിരുന്നു. ആയിരിക്കും ഭർത്താവിനും ബിസ്മില്ല ഉണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ. ഓ മാക്സ് പറ്റിയില്ല, അതിനുള്ള ബഡ്ജറ്റ് ഇല്ല എന്റെ. ക്ഷമിക്കണം. ഒരു ഫൈറ്റ് വേണേ. അപ്പൊ നീ കോണ്ടന്റ് ഇത് എടുക്കാം. ഞാൻ എന്റെ ഒരു മെയിൻ സംഭവം അതാ. നീ കോണ്ടന്റ് ദൈവത്തിന്റെ നന്ദിയും കടപ്പാടും ഷസാമിന്റെ ഫാമിലിക്കും ദീർഘായുസ്സും എല്ലാം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം. ആമീൻ. നല്ല ചിക്കൻ ബിരിയാണിയാ ചാന്ദിനിയിൽ, ചൗക്കിൽ പോയാൽ നല്ല മട്ടൻ ബിരിയാണി കഴിക്കാം. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട. ദേറയിലാണ്, ദുബായിലാണ്, എവിടെയാണേലും നിങ്ങൾ ചാന്ദിനി ചൗക്കിൽ പോയി ബിരിയാണി ഒന്ന് കേറ്റടാ. പുതിയ പാട്ടായിരുന്നു ഇപ്പൊ ആലപിച്ചത്. എല്ലാവർക്കും വേണ്ടി നന്ദി നമസ്കാരം. ഈ പാട്ടിന് വന്ന് അവൻ കോപ്പിറൈറ്റ് അടിച്ച് അവന് തന്നെയാണ് നാണക്കേട്. ഒരിക്കലും അവൻ ചെയ്യൂലടാ.
എന്റെ പെർമിഷൻ വീഡിയോ എടുത്തിട്ട് എന്നെ കുറ്റം പറയുന്നു. അതെ, നമ്മളപ്പോ എവിടെ കൊണ്ടാണ് പോണേ? നമ്മളിപ്പോൾ പോകുന്നത് ജപ്പാനിൽ നിന്ന് വൈറലായി കൊണ്ടുവന്ന നല്ല അടിപൊളി വയറിൽ കൊണ്ടുവന്നു. ജപ്പാനിൽ നിന്ന് വായിലിട്ടോണ്ട് ഇങ്ങനെ വന്ന അവിടെ ഇങ്ങനെ പറഞ്ഞു വായിൽ അടച്ച്. ജപ്പാനിൽ നിന്ന് വന്ന വൈറൽ ബണ്ണുണ്ടല്ലോ, ക്രീം ബണ്ണല്ല, സാൻഡ്വിച്ച് നമ്മൾ കഴിക്കാൻ പോണ. ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് ക്രീമാണോ? ക്രീമുണ്ട്, ഹലോ അണ്ണ, സ്ട്രോബെറി ഉണ്ട്. എന്നോട്ടാണോ അണ്ണ സാൻഡ്വിച്ച് ബണ്ണ് സാൻഡ്വിച്ച് കൊന്നല്ലേ? ആ അവിടാണ് ഡിസ്ട്രിക്ട് പറഞ്ഞത്. നോക്കട്ടെ, ബണ്ണും സാൻഡ്വിച്ചും രണ്ടും, ബ്രെഡും സാൻഡ്വിച്ച് ബണ്ണും ബണ്ണും ബ്രെഡും രണ്ടാണ്. ബണ്ണും ബ്രെഡും എന്താ വ്യത്യാസം? എന്താ ബണ്ണിന്റെ ബ്രെഡിന്റെ? സാൻഡ്വിച്ച്. അതെ, സാൻഡ്വിച്ച്. എന്താണ് വ്യത്യാസം? എന്താ വ്യത്യാസം സാൻഡ്വിച്ചിന്റെ? എടാ, ബണ്ണിന്റെ ഷേപ്പില് വ്യത്യാസമില്ലേ? മണ്ടയിൽ ഉണ്ടയല്ലേ, വട്ടത്തിലല്ലേ, ബ്രെഡ് സ്ക്വയർ അല്ലേ? അതാ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ വേണ്ടത്. മെയിനായിട്ട് വേണ്ടത് റാണി പറഞ്ഞ കറക്റ്റാ പറഞ്ഞ. സാൻഡ്വിച്ച് is like sandwich, lettuce, tomato, cheese അങ്ങനെ എന്തെങ്കിലും. അല്ലല്ലല്ല, ഏവ ഉദ്ദേശിച്ച എന്താണെന്ന് മനസ്സിലായ? ബണ്ണില്ലേ, ബണ്ണ് എന്ന് പറയണ ആ ബ്രെഡ്, അതിന്റെയും സാൻഡ്വിച്ച് ബ്രെഡിന്റെ ഡിഫറൻസ് എന്താണെന്ന്, രണ്ടും ഒന്നല്ലേ എന്നാണ് ഇവൻ പറയണത്. റാണി പറഞ്ഞ കേക്കട്ടെ. Bun is round and it's closed. റൗണ്ട് ആൻഡ് ഇറ്റ്സ് ക്ലോസ്ഡ്. The square one. അതാണ് മനസ്സിലായ. ഞാൻ കാര്യം പറഞ്ഞേ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രെഡ് ഉണ്ട്. സാൻഡ്വിച്ച് ബ്രെഡ്സ് ആർ ഇൻ സച്ച് എ വേ ദാറ്റ് സാൻഡ്വിച്ച് ബ്രെഡ്സ് രണ്ട് പോർഷൻ ഉണ്ടാവും എപ്പോഴും. സാൻഡ്വിച്ച് 2 മാർക്കിന്റെ ചോദ്യം തോന്നുന്നു, അതാ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. 2 മാർക്കിന്റെ ആൻസർ പറഞ്ഞ് സാൻഡ്വിച്ച് പറഞ്ഞു കേക്കട്ടെ. റാണി എന്തായാലും 1 മാർക്കിന്റെ ആൻസർ പറഞ്ഞു, നിങ്ങൾ 2 മാർക്കിന്റെ ആൻസർ പറ കേക്കട്ടെ. സാൻഡ്വിച്ച് റൺ ഇസ് ഓക്കെ. മാഡിനാണെങ്കിൽ ക്വസ്റ്റ്യനേ വിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല. എന്തിനാ സമയം കളയുന്നത്? ഗൈസ്, അങ്ങനെ നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി എത്തിയിരിക്കുകയാണ്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നൊമാഡിയൻ പറയുന്നതായിരിക്കും. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ജപ്പാനിൽ നിന്ന് വന്ന വൈറൽ ആ ബൺ, ആ ക്രീം എന്നല്ല, ഒരു സാൻഡ്വിച്ച് ഉള്ള സാധനം, അത് ക്രീമാണ്. സാൻഡ്വിച്ച് കഴിക്കാനല്ലേ? റെഡി അല്ലേ? എല്ലാവരും ഫസ്റ്റ് ടൈം അല്ലേ? ഒരു വട്ടം ചോദിച്ചല്ലോ ഫസ്റ്റ് ടൈം ആണോ, ഇനി പറയണോ? സെക്കൻഡ് ടൈം. അപ്പൊ നമുക്ക് എന്തായാലും പോയി അത് കഴിക്കാം. ഗൈസ് എവന്റ് അത്ര ഉള്ള ഒരു ബൊക്കെ വാലന്റൈൻസ് ഡേ മരണ ഫ്ലവർ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കിടിലം. 1500 ദിറം. 1500 ദിറം കാണിച്ചു. 1500 ദിറം ഇതിന് ഞാൻ മേടിച്ചാലോ? അങ്ങ് ലക്കി ഗേൾ. മേടിക്കട്ടെ? ഏത് 1500 ദിറത്തിന് ഫ്ലവറോ? മേടിക്കട്ടെ, ചലഞ്ച് വട്ടാണ് എനിക്ക്. ഇത് 400 ദിറം. 1500 ദിറം. മൊന്നാളിയാ, 1500 ദിറത്തിന് വാടി പോടാ. 10,000 രൂപ നാട്ടിലെ. ഒരു പൂന്തോട്ടം നിനക്കിതൊക്കെ വാങ്ങിച്ചത് നിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിലേ, 10,000 ഉണ്ടെങ്കിൽ ഒരു ഗാർഡൻ വീട്ടിൽ സെറ്റ് ചെയ്യാം. 1500 ദിറത്തിന് എന്തൊക്കെ മേടിക്കാടി? 1500 വലിയ സീനുള്ള കാര്യമല്ല. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമാരുണ്ടോ? ഉണ്ട്. ഗൈസ്, അങ്ങനെ റാണിയ പുതിയ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റാഡോ ആണ്, ഒന്നും നോക്കുന്നില്ല. ഒന്നാ കേട്ടാ, ഇതിനകത്ത് ഡയമണ്ട് ഉണ്ടല്ലേ? ഡയമണ്ട് കുറച്ചുണ്ട്, ഇതിൽ കുറേ ഉണ്ട്. കുറേ ഉണ്ടോ? ഇതൊക്കെ ഡയമണ്ട് ആണ് കേട്ടോ ഗൈസ്. ആ നമ്മുടെ ഈ ടൈം കാണിക്കുന്ന സാധനമൊന്നുമില്ല, അത് ഡയമണ്ട് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഓപ്പൺ ഹാർട്ട്, ഇതൊക്കെ വെയിറ്റും ഇല്ല, സെറാമിക്കും ആണ്. ഇതിന്റെ മുഖം നോക്കട്ടെ. ഇഷ്ടപ്പെട്ട് ആയിട്ടില്ല. ഞാൻ എന്റെ ഒരു റിസർച്ച് ചെയ്യാൻ നടത്തും. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കും എന്തെങ്കിലും എക്സ്ട്രാ സ്റ്റാഫ് അങ്ങനത്തൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനുശേഷം തീരുമാനിക്കാം. നമുക്ക് സമയമുണ്ട്. ഗൈസ്, വെളിയിൽ ഒരു ചെറിയ വണ്ടി ഇരിക്കണ ഹയാബുസ. മാരട അവിടെ നിന്ന് വണ്ടി കാണിക്കട്ടെ. എന്റെ മോനെ, പുതിയ ഹയാബുസ കേട്ടാ. പുതിയതാണോ പഴയതാണോ? പഴയതാണെന്ന് തോന്നുന്നു. മോനെ കൊള്ളാം. ലണ്ടനിൽ വൈറലായ ജപ്പാനാ? യവനെ കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ പറയാം. ജപ്പാനിന്ന് വൈറലായ പറഞ്ഞടാ. ആകെ പോയാൽ ഒരു വാക്ക് കിട്ടി. നിനക്ക് വല്ല അറിയോ? നമ്മളിന്ന് കഴിക്കാൻ വന്നത് നല്ല കട കേട്ടോ, നല്ല സ്ഥലം, നല്ല ഏരിയ, നല്ല കിട്ടില്ല സ്ഥലം, റിച്ച് സ്ഥലമാണ് തോന്നുന്നത് കേട്ടോ. കണ്ടിട്ട് മൊത്തം അറബികളെ ഉള്ളൂ. പിച്ച കീറുണ്ടോ, അല്ല ജെട്ടി കീറുണ്ടോ, എന്തൊക്കെയോ സ്ഥലങ്ങളുടെ. ഇത് നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് കുറച്ച് നടക്കണം, അപ്പൊ ഇവിടെ എത്തും ഈ ഏരിയയിൽ. ഗൈസ്, അങ്ങനെ ഫോട്ടോഷൂട്ട് നടക്കുക. ഫോട്ടോ എടുക്കുന്ന ഇത് ഫോക്കസ് ആൻഡ് ക്ലിക്ക്.
ഗൈസ് പറയും പോലെ ഇതെനിക്ക് സുബിൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന ടീഷർട്ടാണ്. താങ്ക് യു ഫോർ ദ സെലക്ഷൻ. താങ്ക് യു ഫോർ ദ ടീഷർട്ട്. അടിപൊളി അടിപൊളി സൂപ്പർ. അവിടെ ഫോട്ടോഷോപ്പ് തുരുതുരാ നടക്കണം, തുരുതുരാന്ന് അവിടെ അഭിനയമാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേത് കഴിക്കാൻ പോകുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ സൂര്യൻ നമ്മളെ ചതിച്ചു ഗൈസ്. സൂര്യൻ ഇല്ല, സൂര്യൻ ഗോഡ്. അതോടെ എല്ലാം കുളമായി ഗൈസ്. അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് ആകെ 3-ല്. ഇത്രയും സാധനങ്ങളാണുള്ളത്. വില കുറവാട്ടോ. ഞാൻ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ. 30 അതായത് വിപ്ഡ് ക്രീമും ക്രീം റുളയും പിന്നെ ഗ്രിൽ ക്രീമ അല്ല ഗ്രിൽ ക്രീമ നൈസാണ്. പ്ലേസസ് ഈ പ്രൈസ് ഇപ്പൊ നമുക്ക് കുറവായി തോന്നുന്നു. അങ്ങനെയാണല്ലേ. ഇതിനെക്കാട്ടി എക്സ്പെൻസീവ് സ്ഥലത്ത് പോകുന്നുണ്ട്. അങ്ങനെ പറയുമ്പോ നമ്മളിപ്പോ ഒരു ബിരിയാണി 2 ബിരിയാണിയുടെ കാശാണത്. ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതാണ് കേട്ടോ കട ആകെ 3. ഫോക്കസ് അവിടെ. അപ്പം ഇതാണ് അതിന്റെ മെനു. ബാക്കിൽ ഒരു കാറും കിടക്കുന്നു ഗ്യാസ്. നല്ല സെറ്റ് കാർ, വൈറ്റ് ജാഗ്വർ, പഴയ ജാഗ്വർ ഗൈസ് അവരുണ്ടാക്കുകയാണ്. ഇതാണ് ബ്രെഡ്. ഈ ബ്രെഡിന് 2ആയിട്ട് പൊളർന്ന് ബ്രെഡ് എടുത്തോണ്ട് അതുപോലെ ക്രീം തേച്ച് ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. ഇങ്ങനെ ക്രീം തേച്ച് ക്രീം തേക്കുന്നതിന്റെ ഒരു ഇത് കണ്ടോ, ഉത്സാഹം കണ്ടോ, ബോട്ട് പോലാക്കുന്നുണ്ടോ അത്? സ്ട്രോബെറി വെക്കുന്നു, പ്ലക്കനെ വെക്കുന്നു. എന്നിട്ട് ചോക്ലേറ്റ് സിറപ്പ് എടുത്ത് ഒഴിക്കുന്നു. ചേച്ചി ടെൻഷൻ ഉള്ളു മോനെ, സിമ്പിൾ പരിപാടി. അങ്ങനെ ഒന്നൊന്നായി സാന്റോസ് വന്നുകൊണ്ടിരിക്കുന്നു. തണുകണം. ഓ ഡാൻസർ എന്തിനീ വേറെ എന്തൊക്കെയുണ്ടാ പറയാ? കഴിച്ചോട്ടെ. കഴിച്ചോ ഒരു സാധനം മര്യാദ 10 വർഷം എടാ മോനെ, ഒരു ഓർഡറിന് വേണ്ടി ഒരു സ്റ്റാൻഡ് കഴിക്കുന്നേ. എടാ നീ ശരിക്കും പൊട്ടനാണോ അല്ലെ പൊട്ടനെ അഭിനയിക്കുകയാണോ? ഇത് ശരിക്കും പൊട്ടണ. സൂപ്പർ. അല്ല പോയി കുളിക്കാൻ പോയാണ്, പാൻറ്റും വാങ്ങിക്കാൻ പോയാണ്. പോയി വാഷ്റൂം പോയിട്ട് ആദ്യം പോയിട്ട് ഞങ്ങൾക്ക് ഒരു കഷ്ണം തരായിരുന്നു. എടാ ഇവിടുത്തെ ടിഷ്യൂ ഇല്ലേ, അത് ക്ലീൻ ചെയ്യും. കഴിഞ്ഞു നിന്റെ രംഗം കണ്ടോ നീ? ഹുക്കായി നിനക്ക് ഹുക്ക് കൊല ഹുക്ക് ഇടാ. ഇത് വൈറലാ. അതോ ഫുള്ള് ക്രീം വീണ് ക്രീം. മോനെ കിടിലോ. ഇതൊരു പ്രത്യേക സ്റ്റൈലായിട്ട് കൊതിയാണ് മോളെ. എനിക്കറിയില്ല. ഇത് ചാടും കേട്ടാ, ഭയങ്കര പാട് അതിനെ അല്ലാതെ കഴിക്കാനേ. പക്ഷെ സോ ഗുഡ്. ജസ്റ്റ് നൊമാഡിയൻ തിങ്സ്. ഫില്ലിംഗ് ഈസ് യമ്മി. ഇത് കഴിക്കാനൊന്നും എടുത്തില്ല. ഷൂട്ട് ഞാൻ ചെയ്തോളാം. ഭയങ്കര മധുരവും ഇല്ല. വെരി ഗുഡ് കസ്റ്റർഡ് ഫില്ലിംഗ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ടേസ്റ്റ് പെൻഡാബുലസ്. ടേസ്റ്റ് ചെയ്യൂ. പെൻഡാബുലസ് ഒന്നും പറയാനില്ല. പഠിക്കേണ്ടത് അതിനൊന്നും ഇല്ല. എവിടെയും കടി ശാസ്ത്രീയമുണ്ടോ? ശാസ്ത്രീയം പഠിപ്പിച്ചിട്ടാണ് പാവപ്പെട്ട നിൽക്കുന്നത്. സൂപ്പർ അല്ലേ? സൂപ്പർ പെൻഡാബുലസ് ഐറ്റം. ക്യാമറ കൈടാ പതുക്കെ മാറിയെന്നോ, ആഞ്ഞു കടിക്കരുത്. അവന്റെ അടുത്ത് നിന്ന് മാറി നിന്നേക്കല്ലേ. എപ്പടി സാൻഡ്വിച്ച് അല്ല, ഇങ്ങനെ സൈഡ് മാത്രം ക്രീം കൂടുതൽ അടിക്കലല്ലേ, എൻജോയ് ചെയ്യണം. Now that's my type. എനിക്ക് സ്വീറ്റ് ഉള്ള ഇഷ്ടമല്ല. ഓഹോ. സോ റാണി ട്രൈ ചെയ്തത് ബീഫിന്റെ നല്ല അടിപൊളി സാൻഡോ ആണ്. നീ അടുത്ത ശസം കഴിച്ചിട്ട് പറഞ്ഞു. കൊടംപൊളി ഇട്ട ബീഫ് കത്തി വരും.
കൊടംപുളി ഇട്ട ബീഫ്. ഓ കഴിച്ചില്ല? വേണ്ട എനിക്ക് വേണ്ട 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 കൊള്ളാടാ, നല്ലതാണ്, കാര്യമായിട്ട് കൊള്ളാം. നമുക്കൊരു അബദ്ധം പറ്റി. ഇതൊരു സാധനമെല്ലാം തന്നായിരുന്നു, ഇത്രയും കഴിക്കാനും തോട്ടി കഴിക്കാനും എല്ലാം നമ്മൾ കഴിച്ചില്ല. നമ്മള് പുറത്തും ദേഹത്തൊക്കെ അടിച്ചു വാരി കഴിച്ചു. ഇതായിരുന്നു സംഭവം കേട്ടോ, ഇങ്ങനെ വേണമെന്ന് കഴിക്കേണ്ടിയിരുന്നത്. കുഴപ്പമില്ല. അത് ശരിയല്ലേ? ശരി, എല്ലാരും സ്പൂൺ കൊണ്ട് കഴിക്കുന്നത്. എല്ലാരും സ്പൂൺ ഉണ്ടായിരിക്കുന്നത്. എല്ലാരും സ്പൂൺ കൊണ്ട് കഴിക്കുന്നത്. അല്ല തറ എങ്ങനെ സയന്റിഫിക്കലി താഴെ വീഴാൻ ചാൻസ് ഇല്ലല്ലോ. സയന്റിഫിക്കലി താഴെ വീഴാൻ ചാൻസ് ഉണ്ടായിരുന്നു, നിനക്ക് ആ ബുദ്ധി ഇല്ലെന്ന് പറ. സൂപ്പർ ഗൈസ്, ഇതായിരുന്നു കണ്ടോ കൊച്ചിയിൽ നിന്നും നേരെ ഡയറക്റ്റ്. എടാ ഷർട്ട് നീ ചെറുത് മേടിച്ചാണ് അല്ലെങ്കിൽ പഴയ ഷർട്ട് നോക്ക് ഷർട്ട് ടൈറ്റ് ആയി ഓടുന്നു. എപ്പ എത്തി? രാവിലെ അങ്ങനെ എനിക്കത് വേണ്ട. ആഫ്റ്റർ എ ലോങ് ടൈം നെമാഡിന്റെ സന്തോഷം കേട്ടാ. നെമാഡി ഓണായി. ബിസ്ക്കറ്റാ ബിസ്ക്കറ്റാ പുള്ളി കുറച്ച് നേരത്തിന് ബിസ്ക്കറ്റ് കഴിച്ചായിരുന്നു. അതിന്റെ 50-50 മിസ് ചെയ്തില്ലടാ നീ. ലൈറ്റ് വെച്ചാ മതി എൻജോയ് ചെയ്തത്. സർപ്രൈസ് കൊടുക്ക്. ഇതാണ് ഇതിന്റെ സർപ്രൈസ്. ഞെട്ടിക്കുന്ന ലൈറ്റ് മാറ്റില്ലല്ലോ ഇവനെ. നീ കുറച്ച് നാളെ എനിക്ക് സർപ്രൈസ് കിട്ടി. അത് വണ്ടി ഇരിക്കും, വണ്ടി കാണിച്ചത്. അവനൊരു ഞെട്ടിക്കൽ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ഒരു ഞെട്ടിക്കൽ ബിരിയാണി. അപ്പൊ ഇനി നിങ്ങൾക്ക് ആരെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ പോഡ്കാസ്റ്റില്. ഇല്ല അവൻ വന്നില്ലേ? ഇവ ഇനിയും പോവല്ലോ. അത് ശരിയാണല്ലോ. പോഡ്കാസ്റ്റില് അല്ല, ഞങ്ങൾ കഴിഞ്ഞ പോഡ്കാസ്റ്റില് ഹാരിറ്റ്സിന്റെ കവറാണ് വെച്ചത്. ഹാരിറ്റ്സിന്റെ കവർ നോക്ക് അത് നോക്കണേ. ഭയങ്കര മുടി വളർന്നു. ഇല്ല, മുടി നേരത്തെ താടി വളർന്ന്. താടി വളർന്നു. ആദ്യം ഞാൻ വെക്കുന്ന പറഞ്ഞ ഏതിലടിച്ചു ഇത് വെച്ച് കഴിയേ സ്പൂണ് ഇല്ലെങ്കിൽ പണിയാണ്, കൂലിപ്പണി രാജന്. ഇപ്പൊ സ്പൂൺ തരാത്തോ? സ്പൂൺ വേണം ഇല്ലെങ്കിൽ അബദ്ധമാണ്. ഞാൻ എടുത്തിട്ട് വരാം. അവളൊരു ഡയലോഗ് അടിച്ചിട്ടാ പോയത്. അത് കേട്ടില്ല? ഓ ബസർ ഇസ് നോട്ട് വർക്കിംഗ്. ബസർ അടിച്ചോണ്ടിരിക്കല്ലേ. ഓ അത് ശരി. ലൈറ്റ് ബോയ്. ലൈറ്റ് ഗേൾ. വാട്ട് യു മീൻ? ദിസ് ഈസ് ലൈറ്റ് ഗേൾ, നോട്ട് ലൈറ്റ് ബോയ്. ലൈഫ് ബോയ്. ഡയറക്ടർ എന്ന് പറയുന്നത് മാറി ഇരിക്കാൻ ലൈഫ് ബോയ്. ലൈഫ് ബോയ് എവിടെയോ അവിടെ. കാര്യങ്ങളത്തെ അറിയുന്നൊരു പയ്യനായിട്ടോ. ആകെ ഇത് കഴിക്കാൻ അറിയുന്നത് അവനെ വീഡിയോ എടുത്തോടാ. ആകെ കഴിക്കാൻ അറിയുന്നത് കാര്യം അറിയാൻ ഇവനറിയാം കേട്ടോ. അവനറിയാം. നിന്നെ പോലല്ലടാ. റീല് ഫുള്ള് കാണുന്നുണ്ട്. എടാ നീ റീല് കാണുന്നില്ലടാ? ഇതിന്റെ റീല് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഇവിടുത്താണല്ലോ ജപ്പാനിലെ കണ്ടിട്ടുണ്ടോ? ജപ്പാനിൽ പോയി അതായത് മമ്മട്ടി കാണുന്നില്ലല്ലോ. ഉണ്ട് ഏത് ഉണ്ട്. സാധനമുണ്ട്. ഇത് കസ്റ്റാർഡല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവര് കാര്യങ്ങൾ അറിയാം. കസ്റ്റാർഡ് ഉണ്ടാവില്ല. അവിടെ ഇരുന്ന് പറയുന്നത് നിങ്ങൾ ഇതാരും ശ്രദ്ധിക്കുന്നില്ല. കോമഡി നടന്നോണ്ടിരിക്കുക അവിടെ. പറ കോമഡി പറ. നീ സ്വീറ്റ് ഇല്ല. ഞാനല്ലേ പറഞ്ഞ അത്ര സ്വീറ്റ് ഇല്ല. എനിക്ക് ഭയങ്കര സ്വീറ്റ് തോന്നിട്ടില്ല. നിങ്ങൾക്ക് കാരമലിന്റെ ഇവിടെ മാത്രം കാരമലൈസ് ചെയ്യുന്നല്ലേ? ഷുഗർ കാരമലൈസ് ചെയ്യുന്നില്ല അവിടെ മാത്രം. കൊള്ളാല്ലേ? ഒരുപാട് സൂപ്പർ ക്രീം ആൻഡ് സൂപ്പർ സാൻഡോ. ഇത് തിന്നോണ്ടിരിക്കൂടാ. ഞാനും ഇത് തന്നെ പറ്റി എനിക്ക്. ഞാൻ ഇന്നലെ മറ്റേ തായ്ലൻഡിൽ പോയി കഴിച്ചോണ്ടിരുന്നേ ആ അവസ്ഥയില്. എന്നെ വിളിച്ചിരുന്നാ? എന്നെ വിളിച്ചാ? ഇന്നലെയാണ് വിളിച്ചേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു. കൊള്ളാല്ലേ? പറഞ്ഞില്ലേ? മസ്റ്റ് അല്ലേ? അവരെന്തോ 2 കൊല്ലം ട്രൈ ചെയ്തിട്ടോ ഇത് റെസിപ്പി ശരിയാവാൻ. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. കാരണം അവർക്ക് 2 കൊല്ലം എടുത്തു ഇത് റെഡി ആയി കിട്ടാൻ. അത് 2 കൊല്ലം എടുത്തത്. ഇത് കഴിച്ചില്ലായിരുന്നു? ഇതാണ് കഴിക്കേണ്ടിരുന്നത്. ഓ ക്രീം ബ്രൂലി അവൻ കഴിച്ചില്ല. ബ്രെഡ് കറക്റ്റ് കിട്ടുന്ന ഗോഡ്സില് പൊന്നളി എന്തോന്നാണത്? തീർത്തടാ. കസ്റ്റേർഡ് ഇല്ല പങ്കാര കോൺസ്റ്റന്റ് ഇത് തീർന്നാ. ഗൈസ് അപ്പൊ ബൈ ബൈ. ഏത് ബൈ ബൈ? ടാറ്റാടാ. ബൈ. ഇനി നമ്മള് വിളിക്കും. നമ്മള് അബുദാബി പ്ലാൻ ചെയ്യുന്നുണ്ട് ഷവർമ കഴിക്കാൻ. എപ്പോഴും അബുദാബിയിൽ കണ്ടു കിട്ടില്ല. എന്നാ ഫ്രീ? നമുക്ക് 4 സ്പോട്ട് കിട്ടും.
ഞാൻ ഈ ആഴ്ച ഫ്രീയാ, നാളെ ഫ്രീയാ, മറ്റന്നാൾ ഫ്രീയാ. മറ്റന്നാൾ ഞാൻ ഇല്ല ഉണ്ട്. അല്ല സൺഡേ ഞാൻ ചോദിച്ചു, സൺഡേ പുള്ളി ഫ്രീ അല്ല. ഇല്ല, മൺഡേ മൺഡേ പോവാം. മൺഡേ ഞാൻ റെഡി, ഞാൻ റെഡി. ഞാനും. ഞാൻ റെഡി. അബുദാബി മൺഡേ മൺഡേ ഞാൻ എന്റെ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. എടാ മൺഡേ മാറ്റടാ. ഇല്ല മൺഡേ എനിക്ക് ഷൂട്ടൊന്നുമില്ല. മൺഡേ പോവാം. നിന്റെ ട്യൂസ്ഡേ എടാ മൺഡേ മാറ്റി നീ. എന്നാ ഞാൻ ട്യൂസ്ഡേ ആക്കാം. ട്യൂസ്ഡേ. എടാ അപ്പം മൺഡേ 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 യെസ്. അബുദാബി ഷവർമ ശിക്കാരി ശംഭു എല്ലാം. ശിക്കാരി ശമ്പു ഒരു സാധനം മറ്റേ ഫിഷ് ഫിഷ് ഓക്കെ അതൊന്നും കഴിക്കാം. ഓക്കെ. അപ്പം എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നു ഗൈസ്. ബൈ ബൈ. അൽഷസം സൈനിങ് ഓഫ്. ബൈ.